സഖാവ് സീതാറാം യെച്ചൂരി കുറേ ദിവസങ്ങളായി ഗുരുതരമായ രോഗം ബാധിച്ച് ഡൽഹി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വേഗത്തിൽ അസുഖം ഭേദമായി വരട്ടെ എന്നാഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ നിര്യാണം അറിയുന്നത്. യഥാർത്ഥത്തിൽ ആ നിര്യാണ വാർത്തയുമായി പൊരുത്തപ്പെടാൻ വളരെ പ്രയാസകരമാണ്. ഞാനുമായിട്ട് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. 1980 മുതൽ സഖാവ് സീതാറാം യെച്ചൂരിയുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അദ്ദേഹവുമായി അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചു. പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘം വിദേശയാത്രയിൽ ഞാനും സീതാറാം യെച്ചൂരിയും ബുദ്ധദേവുമൊക്കെ ഒന്നിച്ചായിരുന്നു. ഒരു ഏറ്റവും ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ്, സ്നേഹാദരവുകൾ വെച്ച് പുലർത്തി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിക്കുന്നൊരു നേതാവായിരുന്നു സീതാറാം. അദ്ദേഹത്തിൻ്റെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി വിപ്ലവ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനും ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ വഴി സ്വീകരിച്ച് നടന്നുപോയ വലിയ മനുഷ്യനാണ് സഖാവ് സീതാറാം യെച്ചൂരി. തൻ്റെ ജീവിതത്തിൽ കുടുംബപരമായി ഒട്ടനവധി പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായപ്പോൾ പോലും അതിനെല്ലാം അതിജീവിച്ച് ഒരു തരത്തിലും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ എല്ലാം ഉന്നതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് നീങ്ങിയ ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക്, മതേതര ശക്തികൾക്ക് ഒരു വലിയ നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാട്. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്ക് നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. പാർട്ടി വളരെ പ്രശ്നങ്ങൾ നേരിടുന്ന അവസരങ്ങളിലെല്ലാം കരുത്തോടുകൂടി പാർട്ടിയെ നയിച്ച നേതാവാണ്. കേരളത്തിലെ പാർട്ടി എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം സഹായിച്ചു. കേരളത്തിൽ നിരവധി വട്ടം അദ്ദേഹം വന്ന് പോയിട്ടുള്ള ആളാണ്. കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ജില്ലകളും അദ്ദേഹത്തിന് സുപരിചിതമാണ്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും അദ്ദേഹത്തിന് സുപരിചിതമാണ്. കേരളത്തെ എല്ലാം വളരെയധികം സ്നേഹിച്ച ആ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനി നമ്മളോടൊപ്പമില്ല. അത് ഓർക്കുമ്പോൾ കൂടുതൽ ദുഃഖവും വേദനയും തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഞാനിപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ്. കിട്ടാവുന്ന ഏതെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് അവിടെ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സഖാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിൽ ദുഃഖം, അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യവാദികളും മതേതരവാദികളും എല്ലാം വലിയ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ.